വ്യൂവേഴ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അജുവേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു അജുവേട്ടന് വീക്ക് ഓഫ് ആണ്, അപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ രണ്ട് അമ്പലങ്ങളിൽ പോകുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ കുറേ നാളല്ല കുറച്ച് നാൾ മുന്നേ ഇട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഒരു സ്ഥലത്തേക്കാണ്, ഒരു ശിവൻ്റെ അമ്പലത്തിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമർനാഥ് എന്ന് പറയുന്ന അമ്പലം, മിനി അമർനാഥ് എന്ന് പറയുന്ന അമ്പലം. അപ്പോൾ ആ അമ്പലത്തിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ 2 തവണ പോയപ്പോഴും രാത്രി കേട്ടോ നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടച്ചിരിക്കുകയായിരുന്നു കേട്ടോ, ഇരുട്ടായതുകൊണ്ട്. ഇത് രാവിലെ ആയതുകൊണ്ട് കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ലാഭമുണ്ട് കേട്ടോ. കയ്യിൽ ഞാൻ ഇടുന്നൊരു ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 10 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. നെല്ലിക്കയൊക്കെ ഒരെണ്ണത്തിന് 2 രൂപയൊക്കെയാണ്. ഒരു കൊരങ്ങച്ച പിന്നെ കേട്ടോ എനിക്ക് മനസ്സിലായത് ഇത്രയും ലാഭമാണ് ഇവിടെ നിന്ന്. നേരത്തെ അറിഞ്ഞാണെങ്കിൽ ഞാൻ 1-2 സാധനങ്ങൾ കൂടെ വാങ്ങിച്ചേനായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ തൊഴുതൊക്കെ ഇറങ്ങി. പിന്നെ അമ്പലത്തിനെ പറ്റി കൂടുതൽ കാണിക്കാത്തത് നമ്മൾ കുറേ വട്ടം കാണിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് അമ്പലത്തിനെ പറ്റി വീണ്ടും ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അമ്പലമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പകൽ സമയത്തെ എക്സ്പീരിയൻസ് നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും. അതാട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ പുറപ്പെട്ടു. അവിടെ നിന്ന് ചെറുതായിട്ട് സ്നാക്സും കഴിച്ചിട്ടുണ്ടായിരുന്നു, ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആവാറായപ്പോൾ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അഹമ്മദാബാദ് ടച്ച് ചെയ്തിട്ട് വേണം നമുക്ക് വേറൊരു ഹനുമാൻ്റെ അമ്പലത്തിലേക്ക് പോകാനുള്ളത് എന്നുള്ളത്. അത് ഞങ്ങളുടെ വീടിൻ്റെ വഴി കൂടെ തന്നെയാണ് പോകണമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേനെ കേട്ടോ. വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. അത് അറിയാത്തതുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കേണ്ടി വന്നു കേട്ടോ. ഉച്ചയ്ക്കിലെത്തി നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇപ്പോൾ വ്രതമൊക്കെ നടക്കുന്നതുകൊണ്ടും അമ്പലത്തിൽ പോകുന്നതുകൊണ്ടും ഒക്കെ തന്നെ നമുക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ പോകുന്ന വഴിയൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസായി. അത് കഴിഞ്ഞ് നമ്മൾ വഴിയൊക്കെ തെറ്റി ഏതൊക്കെയോ വഴി കൂടെ പോയി. കാരണം ഞങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് പോകുന്നത് ഇത് ആദ്യമായിട്ട് കേട്ടോ. ഞങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരണത്. ബറോഡയിൽ നിന്നാണ് നമ്മൾ ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു വഴി കേട്ടോ. ഇതുവരെ ഞങ്ങൾ കുറേ വട്ടം പോയിട്ടുണ്ടെങ്കിലും പല സമയത്തും പല വഴി കൂടെ കേട്ടോ ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്രാവശ്യം വല്ലാതെ വട്ടം കറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഹനുമാൻ്റെ കഷ്ടഭഞ്ജൻ ഹനുമാൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കഷ്ടങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരും, വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഹനുമാനാണെന്നാണ് പറയണത്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ശനിയാഴ്ച ആയിരുന്നതുകൊണ്ടും ഒക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ പോയി. അത് കഴിഞ്ഞ് തൊഴുതു കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ വെളിയിലൊരു സ്റ്റോളുണ്ട്. അവിടെ നിന്ന് നമ്മൾ തേങ്ങ വാങ്ങിച്ചിട്ട് ഹനുമാൻ്റെ ഈ കയ്യിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതാണ്ടോ, ഇതിൽ കൂടെ നമ്മൾ ഇടുമ്പോൾ അപ്പുറത്ത് അയ്യപ്പൻ്റെ കൈ ഇങ്ങനെ താത്തി വെച്ചിരിക്കുന്ന പോലെ അയ്യപ്പൻ്റെ കൈ ഇങ്ങനെ താന്നിരിക്കുന്നില്ലേ, അപ്പുറത്ത് കൂടെ തേങ്ങ വീഴും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാണാൻ നമുക്കൊരു പ്രത്യേകത ഇതാണ് കേട്ടോ. കാണുന്ന നമ്മുടെ അമ്പലം, ദൈവത്തിൻ്റെ മൂർത്തി. ഇത്രയും തിരക്കായിരുന്നു കേട്ടോ. ഒന്നും അല്ല തിരക്ക് വെച്ച് നോക്കുമ്പോൾ. കുറേ നേരം ലൈനിൽ നിന്നിട്ടാണ് ഞങ്ങൾ തൊഴുതിറങ്ങിയത്. പക്ഷെ നല്ലൊരു ആശ്വാസവും നല്ലൊരു തൃപ്തിയൊക്കെയാണ് നമുക്ക് തൊഴുതിറങ്ങുന്ന സമയത്ത്. അപ്പോൾ ആ ഹനുമാൻ്റെ പറഞ്ഞില്ലേ കയ്യിലൂടെ വരുന്നത്, അത് ആക്ച്വലി നമ്മളിടുന്ന തേങ്ങ അല്ല വരുന്നത്. നമ്മൾ ഇതിൽ കൂടെ ഇടുന്നു, അവിടെ ഉള്ള മുന്നിട്ട ആൾക്കാരുടെ തേങ്ങ നമുക്ക് വരുന്നത്. എന്നാലും പോട്ടെ, പെരുന്നാളും പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം എന്നുള്ള ലെവലിലും നമുക്കത് കിട്ടുന്നു. കാണാനും ഒരു കൗതുകം കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി. അത്യാവശ്യം അവിടുത്തെ അവർ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ലോണം വിലയുണ്ടായിരുന്നു കേട്ടോ, ദൈവത്തിൻ്റെ മൂർത്തിക്കും ഫോട്ടോയ്ക്കും എല്ലാം. അപ്പം നമ്മൾ അവിടെ നിന്ന് വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു, തീർത്ഥം മേടിച്ചിരുന്നു. അതായത് തനിയെ ഉണ്ടായി വരുന്ന വെള്ളമാണെന്ന് കേട്ടോ അതിനെ പറയണത്. അത്രയും ശക്തിയുള്ള വെള്ളമാണെന്നൊക്കെ പറയുന്നു. ദൈവത്തിൻ്റെ അതേപോലെ തന്നെ അതിനും നല്ല ശക്തികളാണ്, നല്ലതാണ് അസുഖത്തിനൊക്കെ കുടിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ എടുത്തു. പിന്നെ ഈ കാണുന്ന ഇത് വേറെ ചെറിയ അമ്പലങ്ങളാണ് കേട്ടോ. കാണാൻ നല്ല, എല്ലാവർക്കും ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടും ഗാർഡനിൽ ഇരുന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടും തന്നെ വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകളായിട്ട് വരുന്ന പോലെ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ വെളിയിലത്തെ പിക്ചറാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വെളിയിൽ നിന്ന് ഞാൻ നമ്മുടെ 10 മണി ചെടികൾ അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ എന്തോ ഭാഗ്യം ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ ഒരു ചെടി ഒരു കൊത്തങ്ങട് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പപ്പ വാഷ്റൂമിൽ പോയിട്ടാന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്.
അപ്പോൾ പപ്പ വാഷ്റൂമിൽ പോയിട്ടിരാന്ന് പറഞ്ഞിട്ട് പോയ സമയത്ത് മമ്മി പറഞ്ഞു എന്തായാലും അന്നദാനം ഉണ്ടാവും, നമുക്ക് നോക്കാം, നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അജുവേട്ടനും ഞാനും ആദ്യം മമ്മിയും കൂടെ പോയി. പിന്നെ പപ്പയ്ക്കുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ വിളിച്ച് വരുത്തുക ചെയ്തു കേട്ടോ. എത്ര പേര് പോയാലും അവർക്ക് കഴിക്കാനും മാത്രമുള്ള ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്, നിന്ന് കഴിക്കേണ്ടി വരില്ല. സിമ്പിളായിട്ടുള്ള ഫുഡാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്, എത്ര വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ, വേസ്റ്റ് ചെയ്യരുതെന്ന് മാത്രം. എന്തായാലും വയറും മനസ്സും നിറഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗാർഡനിൽ ഇരിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയം വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 4 മണിക്കൂറോളം ഉണ്ട്, അവിടെ നിന്ന് അതിലും കൂടുതലുണ്ട്. അപ്പോൾ എന്തായാലും ഗാർഡനിലൊക്കെ ഇരുന്ന് കാറ്റ് കൊണ്ട് പിറ്റേ ദിവസം നമുക്ക് അവധിയായിരുന്നെങ്കിൽ പതുക്കെ പോകാമായിരുന്നു. പക്ഷേ അജുവേട്ടന് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് തന്നെ ഡ്യൂട്ടിയിൽ കയറണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അധികം നേരം നിന്നില്ല. ഇപ്പോൾ ഇതാ കണ്ടു, ഹനുമാൻ്റെ വലിയ മൂർത്തിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മൾ പുറപ്പെട്ടു. ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി. എല്ലാവർക്കും നല്ലൊരു റിലാക്സേഷൻ കിട്ടിയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് തൊഴുതത് കൊണ്ടും അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടെ വന്ന് അങ്ങനെ ഒരു ട്രിപ്പ് ആയതുകൊണ്ടും തന്നെ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു മനസ്സിൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു എക്സിബിഷൻ മേള പോലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറിയില്ല, കാരണം നമുക്ക് സമയമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നു. ആദ്യമൊക്കെ നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു, രാവിലെ വരുമ്പോഴേ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ ഇപ്പോൾ കാറ്റൊക്കെ കൊണ്ട് യാത്രയൊക്കെ ചെയ്ത് കാറ്റും വെയിലും ഒക്കെ കൊണ്ടിട്ട് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ജലദോഷമൊക്കെ. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ മമ്മി പറഞ്ഞു എന്തായാലും ചായ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോയ ഗ്യാപ്പിൽ അജുവേട്ടൻ ഒന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞ് വണ്ടിയിലിരുന്നു. പിന്നെ ആൾ വാഷ്റൂമിൽ പോയിട്ട് വന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് പോകുമ്പോഴേക്കും ആൾ വാഷ്റൂമിൽ പോയിട്ട് വന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഏകദേശം നമ്മൾ വീടെത്തുന്ന സമയത്ത് നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നമ്മൾ വീടെത്തുന്ന സമയത്ത് തന്നെ ഒരു 12-12:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വന്ന് നമ്മൾ അത്യാവശ്യം നമുക്ക് ചെറിയ നമ്മുടെ റുട്ടീനിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. എപ്പോഴാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു, അത്രയും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്, രാത്രി 12 മണിക്ക്, ഏകദേശം ഒരു 12-14 മണിക്കൂറായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. കുറേ നാളിന് ശേഷം നമ്മൾ വിത്ത് ഫാമിലി ആയിട്ട്, അതായത് പപ്പയും മമ്മയുടെയൊക്കെ കൂടെ നമ്മൾ വെളിയിൽ ഇറങ്ങുന്നത് കുറേ നാളിന് ശേഷമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.